Watch India's largest kids library only on Jio Hotstar. Download the app now. ലോകത്തിലെ ഏറ്റവും വില കൂടിയ കിരീടം എക്സിബിഷന് വെച്ചിരിക്കുന്നത് ഫുർഫുറി നഗരത്തിൽ ഈ എക്സിബിഷൻ വരുന്നത് നമ്മുടെ നാട്ടിലുള്ളവർക്കെല്ലാം കാണാൻ വേണ്ടിയാണ്. എന്തായാലും നമുക്ക് അവിടെ വരെ ഒന്ന് പോണം, തീർച്ചയായും പോണം. പക്ഷെ അത് കിരീടം കാണാനല്ല, തട്ടിക്കൊണ്ടുവരാൻ. കൊള്ളാം ബോസ്, കൊള്ളാം. കവിതയൊക്കെ നന്നായിട്ടുണ്ട്, പക്ഷേ അതുകൊണ്ട് വലിയ കാര്യമില്ല. നമ്മൾ ഏത് എക്സിബിഷനിൽ പോയി മോഷണം നടത്തിയാലും മോട്ടു പത്രു വന്ന് നമ്മളെ പിടിക്കുന്നുണ്ടല്ലോ. ഇത്തവണത്തേക്ക് നമുക്ക് സാധാരണ ജനങ്ങളെ പോലെ അവിടെ പോയി എൻജോയ് ചെയ്താലോ ബോസ്? എന്തു പറയുന്നു? അതെ ബോസ്, അതെ. ഞങ്ങൾ എന്നൊന്നും പോപ്കോണും വാങ്ങിക്കൊണ്ട് ശരിക്കും അടിച്ചു പൊളിക്കും. വായി തോന്നിയതൊന്നും വിളിച്ചു പറയണ്ട. നമ്മളത്ര സാധാരണക്കാരൊന്നുമല്ല, നമ്മള് കള്ളന്മാരാ. കൊള്ളാം ബോസ്, കൊള്ളാം. എന്ത് നല്ല കവിതയാ പറഞ്ഞേ. പക്ഷേ അവിടെ മോട്ടു പത്രവും വരുമല്ലോ, അവരെ എന്തു ചെയ്യും ബോസ്? ഇത്തവണ നമ്മളായിരിക്കില്ല മോഷ്ടിക്കുന്നത്. എന്റെ ബുദ്ധിയിൽ ഒരുപാട് കാര്യങ്ങൾ ഉദിച്ചു വരുന്നുണ്ട്. നല്ലൊരു പ്ലാൻ ഉണ്ട്. നമ്മള് പത്രുവിനെ കിഡ്നാപ്പ് ചെയ്യുന്നു, എന്നിട്ട് മോട്ടുവിനെ ബ്ലാക്ക്മെയിൽ ചെയ്ത് മോഷ്ടിപ്പിക്കുന്നു. പക്ഷേ ബോസ്, ഈ ഐഡിയ നടപ്പിലാക്കാൻ പറ്റുമോ? ഞാൻ കിഡ്നാപ്പിങ്ങിന് എക്സ്പേർട്ട് ആണ്. വരൂ, കിഡ്നാപ്പിങ്ങിനുള്ള എല്ലാ സംഭവങ്ങളും ഒരുക്കൂ. ഞങ്ങള് നിന്നെ കിഡ്നാപ്പ് ചെയ്യാൻ പോവുകയാണ്. അതുകൊണ്ടാണ് മോട്ടുവിനെ തലക്കിട്ടത് കൊടുത്ത് അവരെ ബോധരഹിതനാക്കിയത്. എന്ത്? നീ എന്റെ മോട്ടുവിന്റെ തലയിൽ വടി കൊണ്ട് അടിച്ചെന്നോ? ബോസ് ബോസ്, ഇവിടുന്ന് ഓടി രക്ഷപ്പെടുന്നതാ നല്ലതെന്ന് തോന്നുന്നു. എടാ, ഓടാനെങ്ങാനും നോക്കിയാലുണ്ടല്ലോ. എങ്ങോട്ടാടാ പോകുന്നേ? എന്താണ് ചെയ്യുന്നത് മതിലൂതി? എന്താണ് ചെയ്യുന്നത്? ഞങ്ങൾ നിന്നെ കിഡ്നാപ്പ് ചെയ്യാൻ വന്നിരിക്കുന്നതാ, എന്നിട്ട് നീ ഞങ്ങൾക്ക് ഇടിക്കുവാണോ? എന്താ വിധം? നിനക്ക് എങ്ങനെ ധൈര്യം വന്നോടാ എന്റെ കൂട്ടുകാരനെ തല്ലാനായിട്ട്? മോട്ടു, എന്ത് പറ്റി? ഒന്നുമില്ല. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? പത്തില് വരെ ഞങ്ങൾ കിഡ്നാപ്പ് ചെയ്തിരിക്കുകയാണ്. അവന്റെ ജീവൻ രക്ഷിക്കണമെങ്കിൽ നീ മര്യാദക്ക് ഞങ്ങളുടെ മുമ്പിൽ എത്തണം. എന്താ ജോൺ, ഞാൻ 3 വരെ എണ്ണും. അപ്പോഴത്തേക്ക് നീ എനിക്ക് പത്ലുവിനെ വിട്ടു തന്നില്ലെങ്കിൽ ഞാൻ തല്ലി തല്ലി നിനക്ക് പോലും നിന്നെ മനസ്സിലാക്കാൻ പറ്റാത്ത പരുവത്തിലാക്കും. ഈ മോട്ടുവിന്റെ കൗണ്ടിങ് സ്റ്റാർട്ട്. 3. എന്നെ അടിക്കരുത്, വേണ്ട. ഞാൻ പറയുന്നത് കേൾക്ക് മോട്ടു, വേണ്ട. അടിക്കരുത്. അങ്ങോട്ട് നോക്കൂ, അവിടെ നിന്റെ പതിലു ബോംബുകളാൽ ചുറ്റപ്പെട്ട് നിൽക്കുകയാണ്. എന്റെ നമ്പർ 2 അവിടെ നിൽക്കുന്നുണ്ട്. ഇനി നീ എന്നെ അടിക്കുകയാണെങ്കിൽ ആ ബോംബ് ഞാനങ്ങ് പൊട്ടിക്കും. എന്റെ കൂട്ടുകാരനെ ഒന്നും ചെയ്യരുത്. നീ എന്ത് പറഞ്ഞാലും ഞാൻ അതുപോലെ കേൾക്കാം. നിനക്ക് 10 വരെ രക്ഷിക്കണമെങ്കിൽ ഞാൻ പറയുന്നത് പോലെ ചെയ്യണം. എക്സിബിഷന്റെ സ്ഥലത്ത് നീ ഒരു കിരീടം മോഷ്ടിക്കണം. ഞാൻ കള്ളന്മാരെ പിടിക്കാറേ ഉള്ളൂ, കക്കാൻ പോവാറില്ല. ഇപ്പൊ ഞാൻ പറയുന്നത് പോലെ നീ കേൾക്കണം. നിന്റെ കൂട്ടുകാരന്റെ ജീവൻ രക്ഷിക്കണമെങ്കിൽ ഞാൻ പറയുന്നതല്ല, നീ അനുസരിച്ചേ മതിയാകൂ. ജോണെ, നീ പറഞ്ഞു ഞാൻ എന്താ ചെയ്യണ്ടേ? ഞാൻ പത്ലുവിനെ രക്ഷിക്കാൻ എന്ത് വേണേലും ചെയ്യും. നോക്ക്, നീ ഇങ്ങനെ ഒരു ശിലയായി നിൽക്കണം. നിനക്ക് നല്ലൊരു സന്ദർഭം കിട്ടുമ്പോൾ നീ പോയി മോഷ്ടിക്കണം. ആദ്യം ഞാനിതൊന്ന് ചെക്ക് ചെയ്യട്ടെ, ഈ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ശക്തിയുള്ളതാണോ? മതിയാക്ക്, അല്ലെങ്കിൽ നീ ഇനി പത്ലുവിനെ ഒരിക്കലും കാണില്ല. ഇത് ജോണാ പറയുന്നത്, ജോൺ. ചിങ്കം സാർ, ഈ മോട്ടു പത്രു എവിടെയാണ്? രാവിലെ തൊട്ട് അവരെ യാതൊരു വിവരവും ഇല്ലല്ലോ. ഞാനും അവരെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വിചാരിച്ചു അവർക്ക് ഇവിടുത്തെ സെക്യൂരിറ്റി ജോലി കൊടുത്തേക്കാമെന്ന്. പക്ഷെ അവര് രണ്ടാളും കാണാതായിരിക്കാണ്. രണ്ടുപേരുടെ ഫോണും സ്വിച്ച് ഓഫ് ആണെന്നാ പറയുന്നത്. ആരോ തുമ്മിയല്ലോ. പക്ഷെ ഇവിടെ ആരും കാണുന്നില്ലല്ലോ. അപ്പൊ പിന്നെ ആരാ തുമ്മിയത്? ഓ തേനീച്ചേ, എന്തിനാ എന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നേ?
ആരാണ് നീ? ആരാണ് നീ എന്ന് ഈ ഹുസ് ഹൂർ എന്നൊക്കെ ആരാണ് പറഞ്ഞത്? നീ നിന്റെ ജോലി നോക്കൂ. പ്രതിമകളാകുമ്പോ ഉസ്സുർ എന്നൊക്കെ ശബ്ദമുണ്ടാക്കും. നേരെ നോക്കണം. സോറി, വെരി സോറി. ഈ രാജാവിന് പെട്ടെന്ന് ദേഷ്യം വന്നല്ലോ. പക്ഷെ ഇദ്ദേഹം പറഞ്ഞത് വളരെ ശരിയാണ്. ഞാൻ എന്റെ ജോലി മാത്രം നോക്കിയാ പോരെ? ആ, പൊളിച്ചെടുത്തല്ലോ. രാജാവ് പറഞ്ഞെന്നോ? പക്ഷെ ശില്പങ്ങൾ എങ്ങനെ സംസാരിക്കാ? അതന്നെ ഞാനും ആലോചിക്കുന്നത്. ശില്പങ്ങൾ എങ്ങനെ സംസാരിക്കുക? എന്റെ അമ്മോ, പിന്നെ എങ്ങനെ ഈ ശില്പം സംസാരിച്ചു? ഇതിന് മാത്രം മറുപടി ഇല്ല. ചിലപ്പോ എനിക്ക് തോന്നിയതായിരിക്കും. വേണ്ട വേണ്ട പ്ലീസ്, വേണ്ട വേണ്ട, ദൂരെ പോയലി. ശില്പം തുമ്മി. ശില്പം ഇപ്പൊ തുമ്മി. എങ്ങനെ 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 എങ്ങനെ? എടോ, പ്രതിമകളൊന്നും തുള്ളാറില്ല. നീ പ്രതിമകളെ ചോദ്യം ചെയ്യാൻ വന്നോ അതോ രാജാവിന്റെ കിരീടം രക്ഷിക്കാൻ വന്നതാണോ? എടോ, നിന്റെ ജോലിയിൽ ഫോക്കസ് ചെയ്യൂ. ഓ സോറി സർ, ഞാൻ രാജാവിന്റെ കിരീടം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. വെരി സോറി. രാജാവ് പറഞ്ഞത് വളരെ ശരിയാണ്. ഞാൻ എന്റെ ജോലിയിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യണം. ഓ എന്റെ ചിങ്കം സാറെ, ഒരു ശില്പം എങ്ങനെയാണ് സംസാരിക്കുന്നത് അതാലോചിക്ക്. എന്റെ അമ്മോ, വീണ്ടും എന്നെ പറ്റിച്ചോ? എന്തോ കുഴപ്പമുണ്ട്. ഇതിനെ സംസാരിക്കാൻ കഴിയില്ലല്ലോ. ഓടിക്കോ. എല്ലാവരും പുറത്തേക്ക് പോകണം. എന്റെ അമ്മോ, എന്റെ പാന്റിനകത്ത് എലിയുണ്ട്. എലി 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 എലി. ഇന്നത്തെ എക്സിബിഷൻ ഇവിടെ കഴിഞ്ഞു. നാളെ വാ. എന്താ ഉണ്ടായത്? എന്റെ അമ്മോ, കിരീടം മോഷണം പോയല്ലോ. ഹലോ, ഓക്കെ ഓക്കെ, ശരി ശരി. ഇന്ന് രത്നം പതിച്ച കിരീടം ഇനി എന്റെ കൂട്ടുകാരൻ പത്ലുവിന് വിട്ടുതരൂ. ഹാൻഡ്സ് അപ്പ് ജോൺ. ഇന്നത്തോടെ നിന്റെ കളി തീർന്നിരിക്കുന്നു. മോട്ടു കിരീടം മോഷ്ടിച്ചു. പക്ഷെ അവൻ എനിക്ക് ഫോൺ ചെയ്ത് വിവരം അറിയിക്കുകയും ചെയ്തു. താങ്ക് യു മോട്ടു. ആവശ്യമില്ലാത്ത കാര്യത്തില് ഇടപെടരുത് ചിങ്കം സാറേ. പത്ലവിന്റെ വയറ്റിൽ കണ്ടിരിക്കുന്ന ബോംബ് എന്നെ കൊണ്ട് പൊട്ടിപ്പിക്കരുത്. എന്റെ നമ്പർ 2 കയ്യില് അതിന്റെ റിമോട്ടും ഉണ്ട്. എനിക്കൊരു റിമോട്ടിനും പേടിയില്ല. ഡ്യൂട്ടി ഫാസ്റ്റ്. യു ആർ അണ്ടർ അറസ്റ്റ്. ദേ കണ്ടോ? മോട്ടു പത്ലു, നിങ്ങൾ രണ്ടുപേരും കൂടി എന്നെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുള്ളത്. പലതവണ എന്നെ ജയിലിലേക്ക് ഭയച്ചിട്ടുണ്ട്. എന്നെ നിങ്ങൾ ഒരിക്കലും സമാധാനത്തോടെ ജീവിക്കാൻ അനുവദിച്ചിട്ടില്ല. ഇപ്പൊ നിങ്ങൾ രണ്ടുപേരെ ഞാൻ മുകളിലേക്ക് അയക്കാൻ പോവുക. എന്നിട്ട് ഞാൻ സമാധാനത്തോടെ ജീവിച്ച് കാണിക്കും. നിനക്ക് നിന്റെ സുഹൃത്തിനെ രക്ഷിക്കണമെങ്കിൽ അവനുമായിട്ട് അടിയുണ്ടാക്ക്. 1 2 3. ഞാൻ തോറ്റിരിക്കുന്നു. എന്നെ പൊട്ടിച്ചോളൂ, പക്ഷെ പത്ലുവിനെ വിട്ടേക്കൂ. വേണ്ട, ഞാനാ തോറ്റത്. കണ്ടില്ല, എനിക്ക് എണീക്കാൻ പോലും വയ്യ. മോട്ടോനെ വിട്, എന്നിട്ട് എന്നെ പറപ്പിക്ക. നിങ്ങൾ ഒരുത്തൻ രക്ഷിക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ പറഞ്ഞ ഞാൻ എന്ത് ചെയ്യും? ഓ, ഇതുപോലത്തെ ഒരു സൗഹൃദം ഞാൻ കണ്ടിട്ടേ ഇല്ല. ഇന്ന് മോട്ടുവിനെയും പത്ലുവിനെയും ഞാൻ വേർപിരിച്ചില്ലെങ്കിൽ എന്റെ പേര് ജോൺ എന്നല്ല. നീ ജയിക്കില്ലല്ലേ മോട്ടു? നന്നായി കേട്ടോ, ആരാണ് ജയിക്കുന്നത് അവരെ ആയിരിക്കും ഞാൻ മുകളിലേക്ക് അയക്കാൻ പോകുന്നത്. Start the fight. തോൽവി സമ്മതിക്കൂ പ്ലീസ്. ഇല്ല മോട്ടു, നീ തോൽവി സമ്മതിക്ക. ഇന്ന് ഞാൻ നിന്നെ ഒരു കാരണവശാലും ജയിക്കാൻ സമ്മതിക്കില്ല.
മോട്ടു പത്ലുവിനെ പോലെ ഒരു അടിപൊളി ജോഡി വേറെ ആരും ഉണ്ടാവില്ല. ആ പൊളിച്ചെടുത്തല്ലോ. എന്റെ 20 കൊല്ലത്തെ അനുഭവത്തിൽ ഞാൻ ഇങ്ങനെ ഒരു ജോഡിനെ കണ്ടിട്ടേ ഇല്ല. കൂട്ടുകാരനെ രക്ഷിക്കാൻ വേണ്ടി സ്വയം ബോംബില് പൊട്ടിത്തെറിക്കാൻ പോലും തയ്യാറാണ് അവര്. ആ ഇതാദ്യമായിട്ടാണ് മോട്ടുവിനെ പത്തിലുവിനെ ഞാൻ ഇങ്ങനെ കാണുന്നത്. എനിക്ക് സന്തോഷം കൊണ്ട് നിൽക്കാൻ പറ്റുന്നില്ല. ഇതിലാരാണ് ജയിക്കുന്നത്, ആരാണ് തോൽക്കുന്നതെന്ന് കാണാം. പത്ലു വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞുകൊണ്ട് നിനക്ക് എന്തെങ്കിലും ചെയ്യൂ. നമ്മൾ എത്ര നേരം വെച്ചാ ഇങ്ങനെ തല്ലുകൂടിക്കൊണ്ട് നിൽക്കുക. ഐഡിയ. നമ്പർ 2 റിമോട്ടിന്റെ ബട്ടൺ അമർത്തിക്കോളൂ. ജോണും ഞങ്ങളുടെ കൂടെ പൊട്ടിത്തെറിക്കട്ടെ. വേണ്ട, അവൻ റിമോട്ടിന്റെ ബട്ടണിൽ അമർത്തിയെടുത്തടാ മണ്ട. എന്നെ ഇങ്ങനെ അടിക്കരുത്. എനിക്കൊരു അബദ്ധം പറ്റിയതാണ്. എന്നെ വെറുതെ വിട്. ഞാൻ തോറ്റു. എനിക്ക് വയ്യ. ഈ ബോട്ട് വരെ പത്രവരെ വേർപിരിക്കാൻ എനിക്ക് ആവില്ല. ചിങ്കം സാറേ, എന്നെ രക്ഷിക്കൂ. എന്നെ ജയിലിലേക്ക് കൊണ്ടുപോകൂ. എന്റെ അമ്മോ, ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് എംപോസിബിൾ. ഐ എം സോറി. മോട്ടു പത്ലുവിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് എംപോസിബിൾ. അറിയാമല്ലോ, എംപോസിബിൾ. Watch India's largest kids library only on Jio Hotstar. Download the app now.